ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് രാവിലെ തന്നെ എക്സർസൈസാണ് കേട്ടോ. ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടി ഇതൊക്കെ തന്നെയാണ്. എന്നും ഇപ്പം നമ്മൾ കിച്ചണിൽ ഫുഡ് മാത്രം ഉണ്ടാക്കി കഴിച്ചാൽ പോരല്ലോ. ഇങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഇത് ഞാൻ എന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത് വീടിൻ്റെ ബാക്ക് വശമാണ്. ബാക്കിലേ ഒരു ഉം, മൂവാണ്ടമാവുണ്ട്, ജാതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് ദിവസം അങ്ങനെ അടിച്ച് കളയണം. അപ്പോൾ ദിവസം അങ്ങനെ അടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ച് തന്നെ തീയിടും കേട്ടോ. തീയിട്ട് അത് നല്ലോണം ഒന്ന് പുകച്ച് കൊടുക്കും. അത് ഈ മാവിൻ്റെ കടയ്ക്ക് തന്നെ മാവിൻ്റെ ഇല ആയതുകൊണ്ട് മുഴുവനും ഇങ്ങനെ എപ്പോഴും വീണുകൊണ്ടിരിക്കും. അപ്പോൾ അത് ദിവസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീയിട്ട് പുകയ്ക്കും. അപ്പോൾ നമ്മളിങ്ങനത്തെ ചവറ് തീയിട്ട് പുകച്ച് കഴിഞ്ഞാൽ മാവൊക്കെ വേഗം പൂക്കുന്നാണ് പറയണത്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു 3-4 ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇതിന് മുമ്പും 5-6 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ പുകച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ മാവൊക്കെ നല്ലോണം പൂത്തിട്ടുണ്ട്. ഇങ്ങനെ പുക കൊണ്ടാൽ മാവൊക്കെ നല്ലോണം പൂക്കുന്നാണ് പറയണത്. തന്നെയല്ല വല്ല കൊതുകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോവുകയും ചെയ്യും. കൃമികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുകച്ച് കൊടുക്കും കേട്ടോ. നമ്മൾ റോഡ് സൈഡിലുള്ള മാവുകളൊക്കെ കണ്ടിട്ടില്ലേ? റോഡ് സൈഡിലെ മാവൊക്കെ നല്ലോണം പൂത്ത് നല്ലപോലെ മാങ്ങയുണ്ടാവും. അത് ഈ പെട്രോളിൻ്റെ മണം അടിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. പെട്രോളിൻ്റെ പുക കൊണ്ടിട്ടാണെന്നാണ് പറയണേ. ഈ കാറും വണ്ടി വാഹനങ്ങളിലൊക്കെ പെട്രോളിൻ്റെ പുക അടിച്ചിട്ടാണ് ഈ റോഡ് സൈഡിലുള്ള മാവൊക്കെ ഇങ്ങനെ നല്ലപോലെ പൂക്കണമെന്നാണ് പറയണേ. അതിനുശേഷം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുകച്ച് കൊടുക്കും കേട്ടോ. മിറ്റടിച്ചപ്പോൾ ഒരു കുരുമുളക് കിട്ടിയിട്ടോ, അത് കൊണ്ടുവച്ചതാണ്. മിറ്റടിച്ചത് അങ്ങനെ പുക കണ്ട് കോഴികളൊക്കെ എത്തിയിട്ടോ. വീട്ടിലെന്നും ഇങ്ങനെ വിരുന്നുകാർ വരും. ഇഷ്ടം പോലെ കോഴികളുണ്ട്. അതിൽ അടുത്ത വീടുകളിലെ കോഴികളാണ്. നമ്മൾ രാവിലെ അവർ കോഴിയെ അഴിച്ചിട്ട് നേരെ ഓടി നമ്മുടെ പറമ്പിലേക്കാണ് വരിക. ഇവിടെ വന്ന് ഇങ്ങനെ കൊത്തിപ്പറക്കിക്കൊണ്ടിരിക്കും. ഒരു പച്ചമുളക് വരെ വെക്കാൻ പറ്റില്ല, ഒക്കെ കൊത്തിക്കളയും. അങ്ങനെ കോഴിയുടെ ശല്യം അങ്ങനെ. ഇതങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേശ്ശെ ഇട്ടിട്ടാണ് ഇങ്ങനെ പുകയ്ക്കണത്. ഒന്നിച്ചിട്ട് ഇങ്ങനെ കത്തിക്കില്ല. നമുക്കൊരു എക്സസൈസായി, പറമ്പ് വൃത്തിയായി, എല്ലാ ഉപകാരങ്ങളും ഉണ്ടല്ലോ. മാവ് കുറേ പൂത്തിട്ടുണ്ട്. അപ്പോൾ പൂത്തത് ഇങ്ങനെ കൊഴിഞ്ഞു പോവില്ല എന്നാണ് പറയണത്. ഇങ്ങനെ പുകച്ച് കൊടുത്താൽ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ചൂലുകൊണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ നീളം കുറഞ്ഞ ചൂലുകൊണ്ട് അടിക്കാൻ പറ്റില്ല. സാധാരണ നീളം കുറഞ്ഞ ചൂലുകൊണ്ട് നല്ലോണം കുനിഞ്ഞടിക്കണം എന്നൊക്കെയാണ് പറയുക. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ല. ബാക്ക് പെയിനുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുനിഞ്ഞടിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുനിഞ്ഞടിച്ചാൽ പിന്നെ കിടപ്പിലാവും. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ദൈവത്തിൻ്റെ മനസ്സുകൊണ്ട് ഇല്ല കേട്ടോ. ഈ ബാക്ക് പെയിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ പൂവിനെ നോക്കണ മാതിരി ശരീരത്തിനെ കൊണ്ട് കിടക്കണം. പൂവിനെ നോവിക്കാൻ പാടില്ല. അതുപോലെ എൻ്റെ ശരീരത്തിനെ നോവിക്കാൻ പാടില്ല. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ചും കണ്ടും കേട്ടൊക്കെയാണ് ജീവിച്ചു പോണേ. അങ്ങനെ രാവിലത്തെ പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ് കേട്ടോ. ഒന്ന് രാവിലെ ഇപ്പോൾ പുട്ടും പഴമാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങ പൊതിക്കുകയാണ്. തേങ്ങ പൊതിച്ചത് കഴിഞ്ഞു. അപ്പോൾ 2 തേങ്ങ പൊതിച്ചു. അപ്പോൾ 2 തേങ്ങ പൊതിച്ചത് അങ്ങനെ തന്നെ ഒന്നിച്ച് ഞാൻ ചിരകി വെക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു കുറേ പഴവും കിട്ടിയിട്ടുണ്ടായിരുന്നു. കായ പഴുത്തുണ്ടായിരുന്നു. അപ്പോൾ അതും വെട്ടി വെച്ചു. അപ്പോൾ അത് ഇനി കെട്ടിടാൻ പറ്റില്ല, വലിയ കൊലയാണ്. അപ്പോൾ അതുകൊണ്ട് താഴെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പുട്ടുണ്ടാക്കി. പഴം പഴുത്തത് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലത്തെ പുട്ടും പഴം ബ്രേക്ക്ഫാസ്റ്റായി. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഉച്ചക്കലത്തെ പരിപാടിയല്ലേ. ഗാർഡനിൽ 2 കൊല നേന്ത്രക്കൊല കുലച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളായി. ഒരു കൊല ആദ്യം കുലച്ചതായിരുന്നു. അതിൻ്റെ കുടപ്പനൊടിക്കാൻ വൈകിപ്പോയി. എന്നും വിചാരിക്കും ഇങ്ങനെ ഒടിക്കണമെന്ന്. പക്ഷേ അത് ഇന്നാണ് അതിന് സമയമായുള്ളൂ. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ഒടിച്ചെടുത്തു കേട്ടോ. അതിന് ഒടിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ കടയും കൂടി അങ്ങനെ ഒടിച്ച് കളഞ്ഞു. അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു വാഴയും കൂടിയും കുലച്ച് നിൽക്കുന്നുണ്ട്. നേന്ത്രക്കൊല തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒടിക്കാറായിട്ടുള്ളൂ കേട്ടോ. ആദ്യത്തെ നേരത്തെ കുലച്ചതായിരുന്നു. ഇപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചായി. അതാണ് പറഞ്ഞത്, എല്ലാത്തിനും ഓരോ സമയമുണ്ടെന്ന്. അപ്പോൾ അടുത്തതും ഞാനിങ്ങനെ ഒടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഒരു തോരനുള്ളതായി രണ്ടും കൂടി ആയപ്പോൾ. ചെറുതാണ്, ചെറിയ കൊലകളാണ്. അപ്പോൾ അതിൻ്റെ കടയും കൂടി ഇങ്ങനെ കെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇന്നേക്ക് തോരന് ഒരു 2 കൊപ്രയും കിട്ടി. പിന്നെ അതിന് ശേഷം കറി ഉണ്ടാക്കണ്ടേ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കറി വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി 2 തക്കാളി
കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. വേറെ പച്ചക്കറിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ 2 തക്കാളിയും ഒരു സവോളയൊക്കെ ഇട്ട് ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടോ. 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഒരു സബോള ചെറുതായി അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തു. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെയൊക്കെ ഒന്ന് ഇളക്കി. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ. പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി. അതിനുശേഷം 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. അപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും 2 സവോളയും ഒരു സവോളയും 2 തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നേരത്തെ കറിയായി. ഇങ്ങനെ ഒരു കൊപ്രയൊക്കെ കിട്ടിയാൽ തോരനുമായി. തക്കാളിയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിന് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചു കേട്ടോ. ഇത് അടപ്പ് തുറന്ന് വീണ്ടും ഇളക്കി. അതിനിടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് വന്നു കേട്ടോ. നല്ലപോലെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് തേങ്ങയും ജീരകം കൂടി നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. തേങ്ങയും ജീരകം കൂടി അരച്ചത് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. നല്ല കറിയായി കേട്ടോ. ആ തേങ്ങ കഴുകിയ പാത്രം കഴുകിയതും കൂടി ഒഴിച്ചു കൊടുത്തു വെള്ളം. നല്ല കറിയായി കേട്ടോ. നല്ല ടേസ്റ്റി കറി തന്നെയായി. ഒരുവിധം നല്ലപോലെ തള വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയിട്ട് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ വേണമെങ്കിൽ മൂപ്പിച്ചിടാം കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ചെയ്തില്ല. ചെറിയ ഉള്ളിയൊന്നും മൂപ്പിക്കാൻ പോയില്ല. വെറുതെ 2 കറിവേപ്പില ഇട്ടിട്ട് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. കറി റെഡിയായി. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കറിക്ക്. അപ്പോൾ ഇതുപോലെ കറിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അതിനുശേഷം നമുക്കിനി കൊപ്ര തോരനും കൂടി വെക്കണ്ടേ. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ല പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിലേക്ക് ആവശ്യമായ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം പോകുന്നത് വരേക്കൊന്ന് ഇളക്കി.
അതിനുശേഷം കൊപ്ര ഞാൻ ചെറുതായി അരിഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി. വീണ്ടും നല്ലപോലെ ഇളക്കി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. വീണ്ടും അടുപ്പ് തുറന്ന് നല്ലപോലെ ഇളക്കി. 1, 2 പ്രാവശ്യം ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരകിയത് ചേർത്ത് കൊടുത്തു. തേങ്ങ നടുവിലിട്ടൊന്ന് വീണ്ടും 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു, തേങ്ങ വേവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അടുപ്പ് തുറന്ന് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ തോരനും റെഡിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.